സാഫല്യം ഭാഗം 7. നിന്നെയൊക്കെ പോലെയുള്ളതിനെ കിട്ടുന്നതിനേക്കാൾ ഭേദം. അത്രയും പറഞ്ഞ് ദേവൻ നിർത്തി. അവനെ പറഞ്ഞു നിർത്തത് കല്യാണിയെ കൂടുതൽ ചൊടിപ്പിച്ചു. ബാക്കി കൂടി പറ, എന്തിനാ നിർത്തിക്കളഞ്ഞത്? അവൾ പറഞ്ഞു. ഇതിനേക്കാൾ എത്രയോ ഭേദം മീനു ആയിരുന്നു. അവളെ ഉപേക്ഷിച്ച് എനിക്ക് ഇത് തന്നെ കിട്ടണം. അതും പറഞ്ഞ് ദേവൻ ബാത്റൂമിലേക്ക് കയറിയതും അവൾ അത്യധികം അമർഷത്തോടെ ഇരുന്നു. ദേവൻ കുളിച്ചു വന്നതും കല്യാണി അതേ ഇരിപ്പു തന്നെയായിരുന്നു. അവൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ കട്ടിലിൽ കയറി കിടന്നു. ഇപ്പോഴും ദേവന്റെ മനസ്സിൽ ആ മീനാക്ഷി തന്നെയാണല്ലേ? അവളെയും മനസ്സിലിട്ടുകൊണ്ടാണോ ദേവൻ എന്നോട് ഇത്രയും നാൾ സ്നേഹം അഭിനയിച്ചത്? എന്നെ ഒന്ന് സ്വസ്ഥമായിട്ട് വിടു കല്യാണി, അവൻ പറഞ്ഞു. പറ്റില്ല, എനിക്കിപ്പോൾ അറിയണം ദേവന്റെ മനസ്സിലിപ്പോൾ ആ മീനാക്ഷിയാണോ അതോ ഈ ഞാനാണോ എന്ന്. അവൾ വിട്ടുകൊടുക്കാൻ ഒട്ടും തയ്യാറല്ലെന്ന് കണ്ടതും ദേവൻ ഉള്ളിൽ തോന്നിയ ദേഷ്യം മറച്ചു പിടിച്ച് അവളുടെ നേരെ എഴുന്നേറ്റിരുന്നു. എന്നിട്ട് പറഞ്ഞു, അപ്പോഴത്തെ ദേഷ്യം കൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാ കല്യാണി. നീ മാത്രമേ ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളൂ. മീനാക്ഷിയെ ഞാൻ ഉപേക്ഷിച്ചത് തന്നെ നിന്നെപ്പോലൊരു പെണ്ണിനെ കിട്ടാൻ വേണ്ടിയല്ലേ? ആ ഭംഗി വാക്കുകളിൽ അവളെ അത്യധികം സന്തോഷിപ്പിച്ചു. അവൾ ഒരു പുഞ്ചിരിയോടെ അവന്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നു. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നെങ്കിൽ എന്നെ വിളിക്കണം കേട്ടോ, അതിനൊരു മടിയും വിചാരിക്കേണ്ട, എബി ഒരു പുഞ്ചിരിയോടെ മീനാക്ഷിയോട് പറഞ്ഞു. എബിയെ നോക്കി ഒരു പുഞ്ചിരിയോടെ അവളും അവളുടെ മുറിയിലേക്ക് ചെന്ന് കിടന്നു. എബിയുടെ കരുതൽ അവൾക്ക് സന്തോഷത്തിനേക്കാൾ ഏറെ വേദനയായിരുന്നു സമ്മാനിച്ചത്. തന്നോടൊപ്പം എന്തിനും കൂടെ നിന്ന് ഒരു അച്ഛനാകാൻ പോകുന്നതിന്റെ സന്തോഷം പങ്കിടേണ്ട ആൾ ഇന്ന് മറ്റാരുടെയോ കൂടെയാണ്. നിറവയറിലും അവൾ മോളുടെ കാര്യം ഭംഗിയായി നിറവേറ്റി. ഇപ്പോ അമ്മയുടെ മോൾ സുന്ദരിക്കുട്ടിയായി. കുളിച്ച് റെഡിയാക്കി മോളെ ഉടുപ്പിടിച്ചുകൊണ്ട് മീനു പറഞ്ഞതും മോളൊരു പുഞ്ചിരിയോടെ മീനുവിനെ കെട്ടിപ്പിടിച്ചു. വയർ വീർത്തത് കൊണ്ടാകണം മോൾ മീനുവിന്റെ വയറ്റിൽ തൊട്ടു നോക്കി. ഇവിടെ ഒരു കുഞ്ഞുവാവയുണ്ട്, മോൾക്ക് വേണോ അതിനെ? മീനു ചോദിച്ചു. ആണോ? മോൾ ഈ അമ്മയുടെ വാവയെ നോക്കോ? ആ. അതിന് മീനു മോളെ പുഞ്ചിരിയോടെ കെട്ടിപ്പിടിച്ചു. വാവ വരട്ടെ കേട്ടോ, അപ്പൊ മോൾക്ക് കൂടെ കളിക്കാനും കുറുമ്പ് കാണിക്കാനും സ്കൂളിൽ പോകാനും ഒക്കെ ഒരു കൂട്ടുണ്ടാകും. മോൾ ചിരിച്ചതും മീനുവും ആ നിമിഷങ്ങൾ ഓർത്ത് ഒന്ന് പുഞ്ചിരിച്ചു. രാത്രിയിൽ മീനുവിന് ചെറിയ അസ്വസ്ഥത തോന്നിയാണ് മുറിയിലേക്ക് ചെന്നത്. എല്ലാരും ലൈറ്റ് അണച്ചുറങ്ങിയതും മീനുവിന് അസ്വസ്ഥത കൂടി വന്ന പോലെ തോന്നി. ഒന്ന് കിടക്കാൻ പോലും പറ്റാതെ അവൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. നിറവയറും താങ്ങി അവൾ മുറിയിൽ അങ്ങിങ്ങായി നടന്നു. ഇതാണോ ദൈവമേ ഡെലിവറി പെയിൻ? അങ്ങനെയാണെങ്കിൽ ഡോക്ടറെ എങ്ങനെ ഉണർത്തും? അവൾ കൂടി വരുന്ന വേദന സഹിക്കാനാകാതെ എബിയുടെ മുറിയുടെ അടുത്തേക്ക് നടന്നു. ഡോർ ലോക്കല്ലെന്ന് അറിഞ്ഞതും അവൾ അകത്തു കയറി മോളെയും ചേർത്ത് പിടിച്ചു കിടക്കുന്ന എബിയെ ഒന്ന് നോക്കി. ആ ഉറക്കം കളയാൻ അവൾക്ക് ആ നിമിഷം തോന്നിയില്ല. അവൾ അസ്വസ്ഥതയോടെ തന്നെ മുറിക്ക് പുറത്തിറങ്ങി. മീനു! എബിയുടെ വിളി കേട്ടതും അവളൊന്ന് തിരിഞ്ഞു നോക്കി. അവൻ മോളെ പതിയെ നീക്കി കിടത്തി അവൾക്കരികിൽ ചെന്നു. നിനക്കെന്തെങ്കിലും അസ്വസ്ഥത തോന്നുന്നുണ്ടോ? അവൾ ഒന്ന് മൂളി. പിന്നെന്താ എന്നെ വിളിക്കാതെ പോകുന്നേ? അത് ഡോക്ടർ ഉറങ്ങുന്ന കണ്ടപ്പോൾ. ഞാൻ ഉണരാൻ കാത്തിരുന്നാൽ നീ ഇവിടെ പ്രസവിക്കേണ്ടി വരും. നീ റെഡിയാവ്, അപ്പോഴേക്കും ഞാനും റെഡിയായി വരാം. മോളെ അമ്മയുടെ അടുത്തെടുത്ത് കിടത്തി എബി റെഡിയായി ഇറങ്ങി. മീനു ഇറങ്ങുന്നത് കണ്ടതും എബി അവളെ തോളിൽ കൈവച്ച് പിടിച്ച് അവൾക്കൊപ്പം നടന്നു. അത് കണ്ടതും മീനു ഞെട്ടിക്കൊണ്ട് എബിയെ ഒന്ന് നോക്കി. ഞാൻ നടന്നോളാം, അവൾ പതിയെ പറഞ്ഞു തീരുന്നതിന് മുന്നേ കുഞ്ഞിന്റെ ചലനം അറിഞ്ഞ മീനു ആ എന്ന് പറഞ്ഞ് വയറിൽ കൈവച്ചു. പതുക്കെ അവൻ അവളെ കരുതലോടെ നടത്തിച്ചു കാറിൽ കയറ്റി. സീറ്റ് ബെൽറ്റ് ഇട്ടുകൊടുത്ത് ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് വണ്ടിയെടുത്തു. അവൾ പോലും അറിയാതെ വയറിൽ കൈവച്ചവൾ തേങ്ങി. എബിക്കും അറിയാമായിരുന്നു അവളുടെ അവസ്ഥ. അവനും അല്പം ഭയം തോന്നി. ഈ സമയമാണ് കുഞ്ഞിന്റെ അച്ഛന്റെ സാമീപ്യം അവൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. എബി വേദനയോടെ ചിന്തിച്ചു. ഹോസ്പിറ്റലിന് മുന്നിലെത്തുമ്പോഴേക്കും അവൾ പൂർണ്ണമായും തളർന്നിരുന്നു. അത് കണ്ടതും എബി തന്നെ ഡോർ തുറന്ന് ഇറങ്ങി സ്ട്രെച്ചർ എടുത്തു കൊണ്ടുവന്ന് അവളെ അതിൽ കിടത്തി. അവളുടെ കണ്ണുനീർ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. എബി കണ്ണീരോടെ തന്നെ അവളെ നോക്കി പുഞ്ചിരിച്ചു. പേടിക്കേണ്ട, ഞാനുണ്ട്. ആ വാക്കുകൾ അവൾക്കൊരാശ്വാസമായിരുന്നു. അവൻ കൺമുന്നിൽ നിന്ന് മായുന്നതുവരെ അവളുടെ കണ്ണുകൾ അവനിൽ തന്നെയായിരുന്നു. മീനാക്ഷി, എബി തോമസ്, നേഴ്സിന്റെ വിളിയിൽ അവൻ അവർക്കരികിൽ ചെന്നു. മീനാക്ഷി പ്രസവിച്ചു, ആൺകുട്ടിയാണ്. എബി അത് കേട്ടൊന്ന് പുഞ്ചിരിച്ചു. അച്ഛന്റെ സ്ഥാനത്ത് നിന്നും ആ കുഞ്ഞിനെ അവൻ കൈകളിൽ വാങ്ങി. ആ കുഞ്ഞിന്റെ നെറ്റിയിൽ ഉമ്മ വെച്ചതും അവനൊന്ന് ഞെരുങ്ങി. അന്ന് അവൻ അനുഭവിച്ച അതേ അനക്കം. മീനുവിനെയും വീൽ ചെയറിൽ ഇരുത്തിക്കൊണ്ടുവന്ന നേഴ്സിനെ കണ്ടതും എബി ചെറുതായൊന്ന് ഞെട്ടി. അവൾ എബിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചതും എബിയും നേർത്ത ഒരു പുഞ്ചിരി നൽകി. ഡോക്ടർക്ക് ഞാനൊരു ബുദ്ധിമുട്ടായി അല്ലേ?
പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായി. അതിന് മീനു കണ്ണീരോടെ ഒന്ന് പുഞ്ചിരിച്ചു. ചേച്ചി രാവിലെ വരും. ഡോക്ടർ വേണമെങ്കിൽ വീട്ടിൽ പൊയ്ക്കോ. അതെന്താ, എന്നെ കൊണ്ടുള്ള ആവശ്യം തീർന്നോ? അതല്ല ഡോക്ടർ, ഞാൻ കാരണം ഡോക്ടർക്ക് ഉറക്കം പോയില്ലേ. ആദ്യം നീ ഡോക്ടർ വിളി നിർത്ത്. ഇവിടെ ഞാൻ നിന്റെ ഹസ്ബൻഡാണ്. അത് കേട്ടതും മീനു പേടിച്ച പോലെ സൈലന്റായി. മീനുവിന്റെ തൊട്ടടുത്തു നിന്നും കുഞ്ഞിന്റെ കരച്ചിൽ തുടങ്ങിയതും മീനു പതിയെ എണീറ്റ് കുഞ്ഞിനെ കയ്യിലെടുത്തു. എബിയെ ഒന്ന് നോക്കിയതും അവൻ അവിടെ നിന്നും എണീറ്റു. ഞാൻ പുറത്തുണ്ടാകും. അത് കേട്ട് മീനു ഒന്ന് തലയാട്ടി. രാവിലെ തന്നെ എബി മീനുവിന് കഴിക്കാനുള്ളതെല്ലാം വാങ്ങിക്കൊണ്ടുവന്നു. വാ. മോൾ കുഞ്ഞിന്റെ അടുത്ത് വന്നിരുന്ന് വിളിച്ചതും മീനു നിറഞ്ഞ മനസ്സോടെ പുഞ്ചിരിച്ചു. മോൾക്ക് വാവയെ ഇഷ്ടായോ? എബിയായിരുന്നു ചോദിച്ചത്. അതിനവൾ കുഞ്ഞിന്റെ അടുത്തിരുന്ന് ഒന്ന് ഉമ്മ വയ്ക്കാൻ തുടങ്ങി. കുഞ്ഞ് കരച്ചിൽ തുടങ്ങിയതും എബി മോളെ എടുത്തു. മോൾ വാ, നമുക്ക് ഫുഡ് കഴിക്കേണ്ടേ എന്ന് പറഞ്ഞ് അവൻ മോളെയും കൊണ്ട് പുറത്തേക്കിറങ്ങി. മോളോട് ഓരോന്ന് പറഞ്ഞു നടക്കുമ്പോഴാണ് എബിയുടെ കണ്ണുകൾ തന്റെ നേർക്ക് നടന്നു വരുന്ന ആളിനെ കണ്ടത്. സാന്ദ്ര. അവൻ സ്വയം ഉരുവിട്ടുകൊണ്ട് മോളെ ഒന്ന് നോക്കി. തന്റെ മോൾക്ക് ജന്മം കൊടുത്തവൾ. ആരുടെയോ കയ്യിൽ പിടിച്ചു തൂങ്ങിയാണ് അവളുടെ നടപ്പ്. അത് കണ്ടതും എബി സ്വബോധം വീണ്ടെടുത്ത പോലെ അവരെ യാതൊരു മുൻപരിചയവുമില്ലാത്ത പോലെ മുന്നോട്ട് നടന്നു. എബിയെ ക്രോസ് ചെയ്തു പോയതും അവൾ ഒന്ന് തിരിഞ്ഞു നോക്കി. അവൻ യാതൊരു പരിചയവും കാണിക്കാതെ പോയതും അവളും മുന്നോട്ട് നടന്നു. ഏയ് മീര. ഹായ് സാന്ദ്ര. സാന്ദ്ര മീരയ്ക്കരികിൽ ചെന്നു. എന്തായി ഞാൻ വിളിച്ചു പറഞ്ഞ കാര്യം? അത് റെഡി. നീ പ്രഗ്നന്റ് ആണോ? 3 മാസമായി. മീര, എബി ഡോക്ടർ എന്തായി ഹോസ്പിറ്റൽ? നീ ആളെ കണ്ടിരുന്നോ? കണ്ടിരുന്നു. കക്ഷിയുടെ വൈഫിന്റെ ഡെലിവറി ഇവിടെയാ. ഓഹോ, അപ്പോ അങ്ങേര് വേറെ കെട്ടിയോ? കെട്ടി ഒരു കൊച്ചുമായി. എങ്ങനെയുണ്ട് രണ്ടാം ഭാര്യ? കാണാൻ കൊള്ളാമോ? തനി നാട്ടിൻപുറത്തുകാരി. കാണാനും കൊള്ളാം. ഒന്നും കാണാതെ ഡോക്ടർ അവളെ കെട്ടുമോ? ഏയ്, പുള്ളിക്ക് വലിയ സങ്കല്പങ്ങളൊന്നുമില്ല. ഒരുപക്ഷെ മോൾക്ക് വേണ്ടിയാവും വീണ്ടും വിവാഹം ചെയ്തത്. എന്താടി സംസാരത്തിലൊരു നഷ്ടബോധം? കൈവിട്ടു പോയതൊന്നും ഇനി തിരിച്ചു പിടിക്കാനാവില്ലല്ലോ മീര. എന്തായാലും നീ അവരുടെ റൂം നമ്പർ പറ, ഞാനൊന്ന് പോയി കാണട്ടെ. അത് വേണോ സാന്ദ്ര? ചുമ്മാ ഒന്ന് കാണാൻ. അത് കേട്ടതും മീര റൂം കാണിച്ചു കൊടുത്തു. ഹായ് മീനാക്ഷി. അത് കേട്ടതും മീനു എണീറ്റ് സാന്ദ്രയെ ഒന്ന് നോക്കി. എനിക്ക് മനസ്സിലായില്ല. ഞാൻ സാന്ദ്ര. അവൾ അമ്മാവനെ ഒന്ന് നോക്കി. സാന്ദ്ര മീനുവിനരികിലുള്ള കുഞ്ഞിനെ നോക്കി പുഞ്ചിരിച്ചു. ഇവന് എബിയുടെ ചായയൊന്നും കിട്ടിയിട്ടില്ല, അവൾ തുറുപുറുത്തു. അത് കേട്ടതും മീനുവിന്റെ തല താണു. മീനാക്ഷിയെ പോലെ തന്നെയാ. അത് അങ്ങനെ തന്നെ മതി. ഒരിക്കലും ഇവന്റെ ചായയാവരുത്. അത് മാത്രമായിരുന്നു മീനുവിന്റെ പ്രാർത്ഥനയും. സാന്ദ്രയെ ഒരിക്കലും ആ റൂമിൽ പ്രതീക്ഷിക്കാതെ എബി കയറി വന്നതും സാന്ദ്രയെ കണ്ട് അവനും ഞെട്ടിത്തരിച്ചു നിന്നു. മോളെ തന്റെ കയ്യിൽ തന്നെ പിടിച്ചു. സാന്ദ്ര അവനെയും അവന്റെ കയ്യിലുള്ള തന്റെ മോളെയും നിരാശയോടെ ഒന്ന് നോക്കി. എങ്കിൽ ഞാൻ ചെല്ലട്ടെ മീനാക്ഷി. അത് പറഞ്ഞ് ഒന്നുകൂടി എബിയെ നോക്കി അവൾ പുറത്തേക്കിറങ്ങി. എബി അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ മാറി നിന്നു. ആരാ മോനെ അത്, നിനക്കറിയാമോ? അമ്മാവന്റെ ചോദ്യത്തിനു മുന്നിൽ അവൻ പതറി. ഇല്ല. അവൻ എത്രയും പറഞ്ഞതും മോളെയും അവിടെ നിർത്തി പുറത്തേക്കിറങ്ങി. ഒന്ന് നിന്നേ. അത് കേട്ടതും സാന്ദ്ര പുഞ്ചിരിയോടെ അവിടെ നിന്നു. ആ വരവ് അവൾ പ്രതീക്ഷിച്ചതു തന്നെയായിരുന്നു. എന്തവകാശത്തിലാ നീ എന്റെ ഭാര്യയുടെ റൂമിലേക്ക് വന്നത്? അവൻ ചോദിച്ചു. ഒന്നുമില്ലേലും ഞാനും എബിയുടെ ഭാര്യയായി കുറച്ചുകാലം കഴിഞ്ഞതല്ലേ. പോരാത്തതിന് നമ്മുടെ ബന്ധത്തിൽ ഒരു മോളുമുണ്ട്. എന്റെ ഭാര്യയായി കഴിഞ്ഞതിനോ ഒരു മോൾക്ക് ജന്മം കൊടുത്തതിനോ നിന്റെ കയ്യിൽ വല്ല തെളിവുമുണ്ടോ? എബി ചോദിച്ചു. അതെന്ത് ചോദ്യമാ എബി? നമ്മുടെ മോൾ തന്നെയല്ലേ ഏറ്റവും വലിയ തെളിവ്. നമ്മുടെ മോളോ? ആ മോൾ പറക്കം മുറ്റും മുന്നേ സ്വന്തം സുഖം തേടി പോയതല്ലേ നീ? ഏതെങ്കിലും ഒരമ്മ ചെയ്യുന്ന പരിപാടിയാണോ അത്? എബി പ്ലീസ്, ഞാൻ അവകാശം പറയാനൊന്നും വന്നില്ലല്ലോ. പിന്നെന്താ പ്രശ്നം? നീ ഒരിക്കലും എന്റെയോ എന്റെ മോളുടെയോ കൺമുന്നിൽ വരരുത്. അത് തന്നെയാണ് എന്റെ പ്രശ്നം. അല്ലേലും ഞാൻ ഇങ്ങോട്ട് വന്നത് എബിയെ കാണാനല്ല. എന്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും നിങ്ങളെ കാണാനും ആഗ്രഹിക്കുന്നില്ല. അത് തന്നെയാ എനിക്കും നിനക്കും നല്ലത്, എബി പറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുമ്പോഴെല്ലാം ഞാൻ എന്റെ മോളെ കാണാൻ വരും. അതാർക്കും തടയാനാവില്ല. സാന്ദ്ര പറഞ്ഞു. നോ, ഒരിക്കലും നീ എന്റെ മോളെ കാണാൻ വരാൻ പാടില്ല. കൂൾ മിസ്റ്റർ എബി തോമസ്. ഒരു കോർട്ടും പെറ്റമ്മയ്ക്ക് കുഞ്ഞിനെ കാണാനുള്ള അവകാശം നിഷേധിക്കില്ല. അത് നിങ്ങൾക്കറിയാമല്ലോ. നീ അമ്മയാണെന്ന അവകാശവും പറഞ്ഞങ്ങ് ചെല്ല്. അപ്പോഴറിയാം ഈ എബി തോമസ് ആരാണെന്ന്. അവൻ പുച്ഛത്തോടെ ഉള്ളൊരു ചിരിയോടെ പറഞ്ഞു. സാന്ദ്ര അവൻ പറഞ്ഞത് ഒന്നും മനസ്സിലാകാതെ എബി നടന്നു നീങ്ങുന്നതും നോക്കി നിന്നു. എന്താ എബി ഡോക്ടർ പറഞ്ഞത്? മീര ചോദിച്ചു. എന്റെ മോളെ അവകാശം നിഷേധിച്ചു എന്ന്. തൽക്കാലം മോൾ അയാളുടെ കൂടെ നിൽക്കട്ടെ. ചെല്ലും ഞാൻ ഒരിക്കൽ അയാളുടെ മുൻപിൽ എന്റെ മോളെ അവകാശവും പറഞ്ഞുകൊണ്ട്, സാന്ദ്ര ദേഷ്യത്തോടെ പറഞ്ഞു.
ഇനിയും എന്തിനാടി ആ പാവത്തിനെ ഇങ്ങനെ ദ്രോഹിക്കുന്നെ? നീയായിട്ട് നിന്റെ ലൈഫ് തേടി പോയതല്ലേ? പക്ഷേ അന്ന് എനിക്ക് ഇതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. അന്ന് ഞാൻ ഇറങ്ങുമ്പോൾ മോളെയും കൊണ്ട് ഇറങ്ങണമായിരുന്നു. അതാ എനിക്ക് പറ്റിയ തെറ്റ്, അവൾ വിഷമത്തോടെ പറഞ്ഞു. ഇന്ന് എന്റെ മോളെ കണ്ടപ്പോൾ അവളുടെ കയ്യിൽ ഒന്ന് തൊടാൻ പോലും ആകാതെ ഞാൻ. മീരയും അവളുടെ വിഷമം കണ്ട് ഒന്നും പറയാനാകാതെ നിന്നു.